ഹലോ ഗൈസ്, വെൽക്കം ടു മാർക്കറ്റ് അനാലിസിസ് വീഡിയോ. ഇന്ന് 11th ഓഗസ്റ്റ് നിഫ്റ്റിയുടെ എക്സ്പയറി ഡേ ആയിരുന്നു. സോ ഇന്നത്തെ വീക്കിലി എക്സ്പയറി ഡേ നോക്കുകയാണെങ്കിൽ ഒരു സ്ട്രോങ് സെല്ലിംഗ് ആണ് നമുക്ക് ഇന്ന് കാണാൻ പറ്റിയത്. സോ ഇപ്പോഴും മാർക്കറ്റിന് ഈ ഒരു 24,600 എന്ന ലെവലിന്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. ഈ ഒരു കഴിഞ്ഞ വീക്കും ഈ ഒരു വീക്കും കംപ്ലീറ്റ്ലി ഒരു വീക്ക് ആയിട്ടുള്ള ക്യാൻഡിലാണ് ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. സോ കഴിഞ്ഞ വീക്ക് സ്റ്റാർട്ട് മുതൽ നമുക്ക് കാണാൻ പറ്റും ഓരോ ദിവസം മാർക്കറ്റ് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. 24,600 എന്നുള്ള ലെവല്. അതിന് മുകളിൽ ഇപ്പോഴും മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്പോ ഇന്നത്തെ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വീക്കിന്റെ ലോന്റെ അടുത്ത് നിന്നാണ് ഇന്ന് മാർക്കറ്റ് ജസ്റ്റ് ഒന്ന് റിക്കവറി ആയത്. ഓൾമോസ്റ്റ് ആ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് എത്തിയിരുന്നു. സോ ഇനി അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റ് വീണ്ടും താഴേക്ക് പോകാനുള്ള പോസിബിലിറ്റി തന്നെയാണുള്ളത്. അതേസമയം ഇന്ന് ഫോറിൻ ഇൻവെസ്റ്റേഴ്സും ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സും ബൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവര് വളരെ ചെറിയൊരു എമൗണ്ടിന്റെ ബൈയിങ് ആണ് നടത്തിയത്. അത് മാർക്കറ്റിനെ സംബന്ധിച്ച് പക്ഷെ അതിലൊന്നും ഒരു പോസിറ്റീവായിട്ട് ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അതേസമയം ക്രൂഡിന്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ ഇപ്പോഴും 91 തന്നെ ഉണ്ട്. സോ അത് വളരെയധികം മാർക്കറ്റിനെ സംബന്ധിച്ച് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഇപ്പോഴും ഇറാനും യുഎസും തമ്മിൽ ഒരു എഗ്രിമെന്റിലേക്ക് എത്താനും ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ നിഫ്റ്റിയുടെ 5 മിനിറ്റ് ചാർട്ട് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ഉടനെ തന്നെയാണ് ഒരു സ്ട്രോങ് ക്യാൻഡിൽ വന്നത്. അതിനുശേഷം മാർക്കറ്റ് ഇവിടെ ഒരു കൺസോളിഡേഷൻ ആയിരുന്നു. മാർക്കറ്റ് ഒരു റേഞ്ചിൽ തന്നെ കൺസോളിഡേറ്റ് ചെയ്യുകയായിരുന്നു. വലിയ മൂവ്മെന്റ് ഒന്നും ഇല്ലാത്തൊരു മാർക്കറ്റ് ആയിരുന്നു. അതേസമയം നാളെ പല ആളുകളും ട്രേഡ് ബോയ്ക്കോട്ട് ചെയ്യുന്നതിന് പകരം, അതായത് പുതിയ ക്ലോസിംഗ് സിസ്റ്റം വന്നതിന്റെ ഫലമായി നാളെ ട്രേഡ് ബോയ്ക്കോട്ട് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയാണ് നിഫ്റ്റിയുടെ വോളിയം ഉണ്ടാവുക, അല്ലെങ്കിൽ നാളെയും ഇതുപോലെ ചോപ്പി മാർക്കറ്റ് ആവാനുള്ള പോസിബിലിറ്റി നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ അതെങ്ങനെയാണ് മാർക്കറ്റിനെ ഇമ്പാക്ട് ചെയ്യുക എന്നുള്ളത് നാളെ നമുക്ക് കാണാൻ പറ്റും. ഇനി നമ്മൾ ഗോൾഡിന്റെ ചാർട്ട് ഒക്കെ ആണെങ്കിൽ ഗോൾഡ് ഇന്ന് $4,400 ഒക്കെ ഇന്ന് ബ്രേക്ക് ചെയ്തു. സോ ഈ ഒരു ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ നല്ലൊരു ബൈയിങ് ആണ് ഇപ്പം ഗോൾഡിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എക്സാക്ട്ലി 4,400 ബ്രേക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ഒരു റിവേഴ്സൽ കാണാൻ പറ്റുന്നുണ്ട്. സോ ഇന്നത്തെ ഡെയിലി ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ ഒരു അപ്പർ വീക്ക് റെഡ് ക്യാൻഡിലാണ്. മാർക്കറ്റ് ക്ലോസ് ആയിട്ടില്ല, പക്ഷെ 4,400 എന്നുള്ള ലെവൽ ഇന്ന് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മേ ബി ചെറിയൊരു പുൾ ബാക്ക് തരാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് ഈ ഒരു ലെവലിൽ നിന്ന്. കാരണം മാർക്കറ്റ് കഴിഞ്ഞ ഒരു 4 ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് സ്ട്രോങ് ബൈയിങ് ആണ് ഉണ്ടായത്. സോ നാളെയും മേ ബി മാർക്കറ്റ് ചെറിയ രീതിയിൽ സെല്ലിങ്ങിലേക്ക് വരാനുള്ള സാധ്യതയും നമുക്ക് ഗോൾഡിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. സോ ഇതാണ് ഇന്നത്തെ നിഫ്റ്റിയുടെയും ഗോൾഡിന്റെയും ഒരു അനാലിസിസ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.